നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വരോഗ ശുചീകരണം നടത്തി. മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരം, കൃഷി ഓഫീസ്, സപ്ലൈകോ, അംഗൻവാടി എന്നീ പരിസരങ്ങൾ ശുചീകരിച്ചു. 2023 ഡിസംബറിൽ മുറിച്ചിട്ട മരത്തടികളും അവശിഷ്ടങ്ങളും കിടന്നിരുന്നത് കൃഷി ഓഫീസ്, സപ്ലൈകോ, അംഗൻവാടി എന്നിവിടങ്ങളിലേക്കുള്ള സഞ്ചാരത്തിന് തടസ്സം നേരിട്ടിരുന്നു. സപ്ലൈകോയിലേക്ക് ലോഡ് വരാനാകാതെ വാഹനം മടങ്ങിപ്പോവുക, വനിതാ ജീവനക്കാർ മരത്തടിയിലൂടെ ചാടിക്കടന്ന് വേണം ജോലിക്കെത്താനും പോകാനും എന്നിങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. പരാതികൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് മരത്തടികൾ മാറ്റിയതെങ്കിലും അവശിഷ്ടങ്ങൾ ചീഞ്ഞുനാറി കിടന്നിരുന്നതാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ വൃത്തിയാക്കിയത്. അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അജി, മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് അക്കൗണ്ടന്റ് ശോഭിത, കർമ്മസേനാംഗം സരിത, വിനോ പോൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വളരെ കഷ്ടപ്പെട്ടാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കടുക്കാംകുന്നം മേൽപ്പാലത്തിൻ്റെ മുകളിൽ മാലിന്യങ്ങൾ ഇവർ ശുചീകരിച്ചിരുന്നു. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തും പരിസരവും ഹരിതകർമ്മസേനക്കാരുടെ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഹരിതകർമ്മസേന ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ പഞ്ചായത്ത് വിവിധ ഭാഗങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ കടുക്കാങ്കുന്ന പാലത്തിന് സമീപം തൊഴിലുറപ്പും ഹരിതകർമ്മസേനാംഗങ്ങളും മറ്റ് സന്നദ്ധ സംഘടനകളും ഒരു ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വാർഡുകളിലും വാർഡുതല ശുചിത്വ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ ക്ലീനിങ് നടന്നു വരുന്നുണ്ട്. ഇവിടെ പഞ്ചായത്തിൽ നമുക്കൊരു ഉണങ്ങിയ മരം നിൽക്കുന്നുണ്ടായിരുന്നു, വലിയൊരു മരം. അത് ഈ സപ്ലൈക്കൊക്കെ അതുപോലെ SC വിപണന കേന്ദ്രത്തിനും നമ്മുടെ പഞ്ചായത്ത് ഓഫീസിനുമൊക്കെ അതുപോലെ അങ്കണവാടിക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു മരം ഉണ്ടായിരുന്നു. അത് മുറിച്ച് മാറ്റിയതിന് ശേഷം ഇവിടെ കുറേ വേസ്റ്റുകൾ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് അത് മാറ്റുന്നതിനും ഇവിടെ സപ്ലൈക്കോയിലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ ഒന്ന് ഗതാഗത യോഗ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് ഒന്ന് ശുചീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ മുറിച്ച മരമല്ലായിരുന്നു? അതെ, അതിൻ്റെ ലേല നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ അവരത് മാറ്റാനായിട്ട് ഒരു കാലതാമസം എടുത്തു. അതിപ്പോഴാണ് കഴിഞ്ഞ ആഴ്ചയാണ് അവർ മാറ്റിയത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ വഴിയിൽ കിടന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റാതെ, അതായത് ഈ സപ്ലൈക്കോയിലെ വനിതാ ജീവനക്കാർക്ക് വരാൻ പറ്റാതെ മരത്തിൻ്റെ മുകളിലൂടെയും പഞ്ചായത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് കയറി ഇറങ്ങി വന്നിരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ഇവിടെ അവരോട് സംസാരിച്ച് പിന്നെ കുറച്ച് അത് കയറ്റാനൊക്കെ ആയിട്ട് അവർക്ക് കുറച്ച് അവർ അന്നത്തെ ദിവസം തന്നെ JCB കൊണ്ടുവന്ന് രണ്ട് സൈഡിലേക്ക് മാറ്റിയിട്ടു. പക്ഷേ എന്നാലും അത് മുഴുവനും മാറ്റാത്ത കാരണം, കൊണ്ടുപോകാത്ത കാരണം നമുക്കത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അവർ കഴിഞ്ഞ ആഴ്ചയാണ് അവരത് ക്ലിയർ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ പൂർവ്വകാല ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ക്ലീൻ ചെയ്യുന്നു. പഞ്ചായത്തൊക്കെ ശുചീകരിച്ചു, അപ്പോൾ റോഡ് ക്ലിയർ ആക്കിയെടുക്കുകയാണ്. ഇപ്പോൾ സപ്ലൈകോയിലേക്കും അംഗനവാടിക്കും കൃഷിയിലേക്കും വരുന്ന ഭാഗം ക്ലിയറായി. ഓക്കെ. കഴിഞ്ഞ ഡിസംബറിൽ മരം മുറിച്ചത് കാരണം ഞങ്ങൾക്കിവിടെ ലോഡ് വരാനും കസ്റ്റമേഴ്സ് വരാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ മാറ്റി തന്നതിൽ വളരെ സന്തോഷം. ഡിസംബറിലാണ് മരം മുറിച്ചത്. കുറേ നാൾ അത് അവിടെ കിടന്നു. ഇപ്പോഴാണ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, മരങ്ങൾ എടുത്തുകൊണ്ട് പോയി കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ അത് ശുദ്ധീകരിച്ച് ഇപ്പോൾ വൃത്തിയാക്കിയാൽ സന്തോഷം. കസ്റ്റമർക്ക് വരാനും അപ്പോൾ കസ്റ്റമേഴ്സിന് വരാം, ലോഡ് വരാം. ആദ്യം ലോഡ് വരാൻ പറ്റില്ലായിരുന്നു, ഞങ്ങൾക്ക് കടയടച്ച് പോകാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, സന്തോഷമായി.